ഹലോ ഗൈസ്, ഇത് ഞാൻ നമ്മളെ അമ്മയുടെ കയ്യിൽ. അപ്പോൾ കറിന് വേണ്ടി ഞാൻ തോര ഉണ്ടാക്കാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ച കിറ്റിൽ ഒരു കൂപ്പൻ പീച്ചങ്ങയിൽ പണ്ടത് അത് നമ്മൾ അരിഞ്ഞ് ഉള്ളി അരിഞ്ഞ് പിന്നെ ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ 2 ഉണ്ടമുളക് കൂടെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇപ്പം എണ്ണ ഒഴിക്കുകയാണ്. ഇത് കത്തിച്ചു. ഇച്ചിരി എണ്ണ കുറച്ച് മുമ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് കടുകിടായിരുന്നു. കടുക് പൊട്ടിച്ച് ഇടുന്നതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിടും. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ ഇടാം. നമുക്കത് മൂത്തിട്ട് ഇത് നമുക്കത് മൂത്ത് വേണം. സൂക്ഷിച്ച് ചെയ്യണം. കഴിവുള്ള ഫ്രൈണ്ട് ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടു. നമുക്ക് മൂത്ത് വേണം. എന്നിട്ട് നമുക്ക് ഇതിടാം. അപ്പോൾ ഫുള്ള് നമ്മൾ ഇടണം. ൂട്ടിട്ട് നല്ല ഫുള്ള് ഇടണം. നമുക്ക് എല്ലാം കൂടെ ഇടാനാണ് ഇട്ടിട്ടില്ല. ഇനി നമുക്കത് ഇറക്കിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇടണം. ഇത് കുറച്ച് മൂത്ത് വരും. അപ്പോൾ ഗൈസ് നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് കുറച്ചുകൂടി ഇരിപ്പുണ്ടായത്. അപ്പോൾ നമുക്ക് അതും കൂടി ഇടാം. ഇത് കുറച്ചുകൂടി ഞാൻ കൈ കഴുകിയിട്ടൊക്കെ ചെയ്യണം. ഗൈസ് നമ്മളിതൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഗൈസ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇടാം. ഗൈസ് വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് ജീരകം കൂടെ ഇട്ടു. ഇച്ചിരി ഇട്ടുള്ളൂ. പിന്നെ ഇച്ചിരിയും മഞ്ഞളും പിന്നെ തേങ്ങയും കൂടി വേസ്റ്റാണ്. തേങ്ങ മസ്റ്റാണ്. ഫുള്ള് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഇനി ഇതൊക്കെ കൂടി ഇതൊക്കെ എല്ലാം മിക്സാക്കി നല്ലപോലെ ഒരു ബ്രൗണീസ് നല്ലപോലെ ഒരു കളറായിട്ട് കിട്ടണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് പിന്നെ കുറച്ച് ഉപ്പിടാൻ ഇച്ചിരി ചെറുതായിട്ടൊന്ന് മറന്നു. പിന്നെ നമുക്ക് ഉപ്പിടാം. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി ഗൈസ്. ഇത് കുറച്ച് പ്ലാസ്റ്റിക് കൊണ്ട് ഇതില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഇതെടുത്തിട്ട് അപ്പോൾ ഗൈസ് ഞാനൊരു തവയിലിടാം. എന്നിട്ട് നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പക്ഷെ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് വെയിറ്റ് അതുവരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം.
അതെല്ലാം അടിച്ചു വെക്കുന്നതെന്ന് നമ്മൾ തിരിച്ച് ഒതുക്കിയൊരു ഓണൈസായിട്ട് ഇവിടെ നമ്മൾ അപ്പം ഇവിടെ വെക്കാൻ പറ്റും. ഇത് വെന്ത് നല്ലപോലെ വയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കണം. ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഗൈസ്. വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നമുക്ക് ഇതിന് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു പാലിട്ട് കഴിക്കുന്ന സാധനമാണ്. നമുക്ക് പാലിട്ട് കഴിക്കാനും കഴിച്ചില്ല. നിങ്ങൾ കഴിക്കാൻ അത് കഴിച്ചു കുറച്ച് അപ്പോൾ നിങ്ങൾ ഞാൻ പറ്റോട്ടില്ലാണ് നമുക്ക് വെന്തൊരിക്കണം. സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഗൈസ്, പറയാൻ മറന്നുപോയി. നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്, ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ശരിക്കും പോകുന്നത് അതൊക്കെ ഇരിക്കുന്ന ഗൈസ്. അത് ഞാൻ കുറച്ച് വെള്ളം വന്നിട്ട് നോക്കാം. ഇല്ലേ അത് ശരി ചൂടായിക്കൊണ്ട് വരുന്നോണ്ടിരിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. മസ്റ്റ് സോറി ട്രൈ ചെയ്യണം. ഞാൻ പറയണം, ഉണ്ടാക്കണം. എടാ ചൂട് കേട്ടോ. നമുക്ക് ചുമ്മാ നമ്മൾ ചൂടായിക്കൊണ്ട് വരുവാണ്. നിങ്ങൾക്ക് നമ്മുടെ അടുക്കള ഗൈസ്. This is our fridge. ഒരു ഇതുപോലെ ആവണം ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മളിതുപോലെ വലിയ ഉപ്പുണ്ടോന്ന് നോക്കണം. ഉണ്ട് ഗൈസ്. അപ്പോൾ ഉപ്പുണ്ട് ഗൈസ്. ഉണ്ടാക്കുന്നതിൽ ഉപ്പ് എനിക്കുണ്ട് ഗൈസ്. ചെറിയ സഫായി മാറി. സോ നമുക്കിനി പതിയെ ചെയ്യണം ഗൈസ്. ഞാൻ ഒറ്റ കൈ കൊണ്ട് നമുക്ക് പോസ്റ്റർ കട്ടാവ്. ഗൈസ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ തോരൻ. ഈ തോരനാണ് സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് കഴിച്ചിട്ട് വേണം. ഇത് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ ഗൈസ്. അതെവിടെയോ വെച്ച് എന്തോ എന്തിനോ പോയത്. എന്തായാലും എന്തിനോ നമ്മൾ പരിപാടിക്ക് ഞാനിതുപോലെ ഒരു പ്രാവശ്യം ഇതിട്ട് കഴിച്ചത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ചെല്ലാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കുക. നമുക്ക് ഓഫാക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. തുറന്നിട്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച്
ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. മസ്റ്റ് ട്രൈ ചെയ്യണേ. ബൈ. പീസ്.